എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനി നാടൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുമ്പളങ്ങയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ കുമ്പളങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലെല്ലാനും കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുരു എല്ലാനും കളഞ്ഞതിന് ശേഷം അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ടൊരു 3 പച്ചമുളക് ചേർക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിനകത്തേക്കൊന്ന് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1-1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവാനായിട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 2 ചുവന്നുള്ളിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം, ഒട്ടും തന്നെ തരിയില്ലാതെ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച നമ്മുടെ കുമ്പളങ്ങ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കുകയാണ്. അപ്പോൾ തക്കാളിയുടെ അളവ് നിങ്ങൾക്ക് എത്ര പുളിരസം വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി, വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയ്ക്ക് ഒരു പച്ചക്കുത്തലുണ്ടാവുമല്ലോ, അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അത് അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കൊന്ന് കടുക് താളിച്ചിടാം. അതിനായിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. പിന്നെ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് താളിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കുമ്പളങ്ങ കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്